വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കുന്നതും ഭരണവും രണ്ടും രണ്ടാണ്. അണ്ണാവെ പറ്റി പറഞ്ഞ ഒരു അവധാനതയോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് അടിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. ഇന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തമിഴിനെ ഇളക്കി മറിച്ചു. പിള്ളേർ ആക്ടിങ് മാത്രം പഠിച്ചാൽ പോരല്ലോ, ലൈഫും കൂടി പഠിക്കണ്ടേ? അതിന്റെ ഡേ കൂടി ആക്ടിങ്ങും. നീ തെളിയിച്ചു മോനെ. പറയേണ്ട ഒരു കാര്യം പോലും ഇത്ര ഇളക്കി മറിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. MGR-നൊന്നും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഭരിക്കുന്ന സമയത്ത് ജീവനോടുണ്ടോ? ഇല്ല. രണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇല്ല. അല്ല, MGR അവിടെ ഒരു പാർട്ടിയിൽ നിന്ന് വന്നതാണ്. ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ദളപതി വിജയ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെയാന്ന് പറയാ. ദളപതിക്ക് വേണ്ടി ഉടൽ മണ്ണക്ക് ഉയർ വിജയിക്കുന്നതാണ്. നമ്മൾ ദളപതിക്ക് വേണ്ടി ചാവാൻ വരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. ആ വഴിക്ക് പോണ്ട. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഫോളോ ചെയ്ത ഒരാളെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ട് ഇറക്കിയ സിനിമകളാണ്. ബുദ്ധി തന്നെ അതുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. കമലഹാസനും രജനീകാന്തിനും സംഭവിച്ചതെന്ന് വെച്ചാൽ അവരൊക്കെ നായകന്മാർ, അവർക്ക് പുറകില് പടയാളികളില്ലായിരുന്നു. ഞങ്ങള് പടയാളികൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയത്. എന്റെ സംശയം ഇവൻ എന്റെ ഡയറക്ഷൻ കയറി മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവര് ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ? വിജയുടെ സത്യപ്രതിജ്ഞ കണ്ട് കണ്ണ് നിറഞ്ഞ ഈ ചർച്ചയിലെ ഏക കാഴ്ചയാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അടുത്ത ഇലക്ഷന് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ വിജയിക്കായില്ലെങ്കിൽ കഴിഞ്ഞു സാർ. അത് കരിഞ്ഞു പോയൊരു ചെടിയായിട്ട് മാറുമെന്ന കാര്യത്തില് ഒരു സംശയവും. ഉങ്ക ഏരിയാവാ இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்கேயுமே எனக்கு பயம் கிடையாதுடா. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.